മലയാള മനോരമ ഹലോ അഡ്രസ് കോട്ടയത്ത് ദേവലോകത്ത് എൻ്റെ പിന്നിലായി കാണുന്ന അതിമനോഹരമായ കണ്ടംപററി സ്റ്റൈലിലുള്ള ഡബിൾ സ്റ്റോറി വീട് സെയിലിനായി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കോട്ടയത്ത് തന്നെ ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റിയായ ഇന്ദിരാ നഗറിലാണ് ഈ 3068 സ്ക്വയർ ഫീറ്റ് വരുന്ന 8.5 സെന്റിലുള്ള അതിമനോഹരമായ ഈ വീട്. അതായത് കഞ്ഞിക്കുഴിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ലേഔട്ടും ഡിസൈനും തന്നെയാണ് ഈ പ്രോപ്പർട്ടി പ്രീമിയം ലെവലിൽ പ്ലേസ് ചെയ്യുന്നത്. ആക്ച്വലി വാസ്തുവിൽ അധിഷ്ഠിതമായാണ് ഇതിൻ്റെ ഓരോ കൺസ്ട്രക്ഷനും. 2 ഫേസുകളുണ്ട്. അതായത് ഈസ്റ്റ് ആൻഡ് നോർത്ത് ഫേസ് ചെയ്ത 2 ഡോറുകൾ. ഇതാണ് ചെറിയ ഗേറ്റ്, ഇത് കാർ പാർക്കിങ്ങിനുള്ള ഗേറ്റ് ആണ്. സോ 2 ഡോർസും ഇവിടെ ഉണ്ട്. അതുപോലെ ഈ വിൻഡോസും ഡോർസും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി UPVC ബേസ്ഡ് ആണ്. സോ മെയിൻ്റെനൻസ് കുറവാണ്. ഔട്ട്ലുക്കിൽ ഭയങ്കര ക്ലാസി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2 കാറുകൾക്ക് വിശാലമായി പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് എൽ ഷേപ്പിലായിട്ടാണ് സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടോട് ചേർന്നുള്ള ഈ ലോങ് ആയിട്ടുള്ള UPVC വിൻഡോസ് ശരിക്കും മനോഹരമാക്കുന്നു ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ. പുറമേലെ കാഴ്ചകൾ കണ്ടു, അകത്തലത്തിലെ കാഴ്ചകൾ അതിലും ഗംഭീരം എന്ന് തന്നെ ഒറ്റ വാക്കിൽ നിസ്സംശയം പറയാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞു റൂമുണ്ട്, ഒരു ചെറിയ റൂമുണ്ട്. അതൊരു പേഴ്സണൽ റൂമായിട്ട് അല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഈവൻ നമുക്കൊരു പ്രെയർ റൂമായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് 2 ഡോറുകൾ. 2 ഡോർസും ഞാൻ പറഞ്ഞു 2 എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഈ ഡോർസ് എല്ലാം UPVC ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക അട്രാക്ഷൻ പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് കോർണറിലായിട്ടാണ് ലിവിങ് സ്പേസ് വരുന്നത്. അതിനോട് മുൻപ് വശത്തായിട്ട് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു വുഡൻ ടെക്സ്ചർ അല്ലെങ്കിൽ എന്താ പറയുക, വുഡൻ കം ഒരു യൂറോപ്യൻ സ്റ്റൈലിലെ ഒരു വൈറ്റ് കം, അങ്ങനെ ഒരു കോംബോയാണ് നമുക്ക് ഉടനീളം വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലെ ഫ്ലോറിലെ നാച്ചുറൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് ഇവിടെ നിന്ന്. ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അത്രത്തോളം ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി ഈ വീടിന് ഉറപ്പാക്കുന്നുണ്ട്. എൻട്രി ഡോറിൽ നിന്ന് നമ്മുടെ കണ്ണ് ആദ്യം പതിയുന്ന ഭിത്തിയാണ് ഈ കാണുന്നത്. ആ വോളിലാണ് ഈ ക്രോക്കറി യൂണിറ്റും മനോഹരമായി ഈ ഡിസ്പ്ലേ റാക്കുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നേരത്തെ പറഞ്ഞത് ഇതിന്റെ കളർ കോംബോ തന്നെയാണ്. വൈറ്റ് കം ഒരു വുഡൻ ടെക്സ്ചർ ആണ് കംപ്ലീറ്റ്ലി ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. എൻട്രി ഡോറിന്റെ റൈറ്റ് കോർണറിലാണ് ലിവിങ് സ്പേസ്. നമ്മൾ ടോപ്പ് സീലിങ്ങിലൊന്നും അല്ല കാര്യം, ഈ നിൽക്കുന്ന കണ്ണ് പതിയുന്ന ഭാഗത്ത് എത്രത്തോളം ഭംഗിയായിട്ട് ഓരോന്നിനെയും പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെ ചുറ്റിനുമായി കാണുന്ന ഫേർണിച്ചർ ആണെങ്കിലും ഈ ഡിസ്പ്ലേ ഏരിയയിലാണെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസും ആകർഷണമാക്കുന്നു ഈ ലിവിങ് സ്പേസിനെ. കയറി വന്നപ്പോൾ റൈറ്റ് കോർണർ ലിവിങ് സ്പേസ് കണ്ടു, ഡൈനിങ് ഏരിയ കണ്ടു, വിശാലമായ ഒരു ഫോയർ ഏരിയ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ മുകളിൽ ഡബിൾ ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ഷാലിയർ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലായിട്ട് ഈ കാണുന്നതും ഒരു കസ്റ്റമൈസ്ഡ് ക്രോക്കറി യൂണിറ്റ് ആണ്. ഇതെല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ സ്ഥലങ്ങൾ തന്നെ ഈ വീടിനെ കൂടുതൽ പ്രീമിയം ഔട്ട്ലുക്ക് തരുന്നുണ്ട്. സ്പേസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ അമ്യൂണിറ്റീസിനെ എങ്ങനെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇറ്റാലിയൻ കിച്ചൺ. ഈ ടോപ്പിൽ നിങ്ങൾ ഈ കാണുന്ന ഗ്രാനൈറ്റ് പീസ് ആണ്. അതുപോലെ ഇരു സൈഡിലും കാണിക്കുന്ന ടോപ്പ് ടു ബോട്ടം വാൾ ക്യാബിനറ്റ്സ്, കിച്ചൺ ഹോബ്, ഇൻബിൽറ്റ് OTG മൈക്രോവേവ് ഓവൻ എന്ന് വേണ്ട ഡിഷ് വാഷർ ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാത്തിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന സ്പേസിലാണ്. മെയിൻ കിച്ചണോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട്. ഇവിടെ സിമിലർ ആയിട്ട് തന്നെ എല്ലാവിധമായ ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള കിച്ചണാണ്. സിങ്ക് ഏരിയ, അതുപോലെ സ്റ്റൗ ഉണ്ട്, ടോപ്പ് ബോട്ടം ക്യാബിനറ്റ് വരുന്നുണ്ട്. അതിനകത്തെല്ലാം തന്നെ മെയിൻ കിച്ചണെ പോലെ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു സെക്കൻഡറി കിച്ചൺ. ഈ സെക്കൻഡറി കിച്ചണോട് ചേർന്ന് തന്നെ ഔട്ട്സൈഡ് ആയിട്ട് ഒരു സെർവൻറ്റ് ടോയ്ലറ്റ് കൂടിയുണ്ട്. മെയിൻ കിച്ചണോടും സെക്കൻഡ് കിച്ചണോടും ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ ഡബിൾ സ്റ്റോറി വീട്ടിലുള്ളത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ആക്ച്വലി ഇവിടെ ആ UPVC വിൻഡോസ് ത്രൂ നാച്ചുറൽ ലൈറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ നമുക്ക് കൃത്യമായി ഇൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിരിക്കുന്ന റൂംസ് ആണ് എല്ലാം തന്നെ. ടോപ്പ് ടു ബോട്ടം 2 സൈഡിലും വാർഡ്രോബുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പ്രീമിയം യൂറോപ്യൻ ഔട്ട്ലുക്കിലുള്ള ബാത്റൂംസ് ആണ്. അതുപോലെ എല്ലാ റൂമുകളും എയർ കണ്ടീഷൻ ആണ്. മുകളിലെ ലിവിംഗ് സ്പേസ് അടക്കം കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻ ആണ്. അപ്സ്റ്റെയറിനോട് ചേർന്നാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ദിസ് ഈസ് ദ മാസ്റ്റർ ബെഡ്റൂം. ഈ കാണുന്ന പോലെ തന്നെ അത്രത്തോളം ക്ലാസി ഔട്ട്ലുക്ക് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ബാത്റൂമിനെ സംബന്ധിച്ച് ഒരു പ്രീമിയം ഔട്ട്ലുക്ക് ഉണ്ട്. ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിൽ കണ്ടതുപോലെ സിമിലർ ആയിട്ട് ടോപ്പ് ടു ബോട്ടം വാർഡ്രോബ് മെയിൻ റൂമിന്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ അതിനോടൊരു സെപ്പറേറ്റ് വാഷ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കം എൽ ഷേപ്പിൽ വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം എൻഡിലായി ഒരു വാഷ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ വിസിറ്റേഴ്സിന് വേണ്ടി ഒരു കോമൺ ബാത്റൂമും ഉണ്ട്.
അപ്സ്റ്റെയറിലേക്ക് പോകുമ്പോൾ കർവ്ഡ് സ്റ്റെപ്പാണ്. അതിൽ ഈ എടുത്തു പറയേണ്ട ഒന്നാണ് വുഡിൽ തീർത്ത ഹാൻഡ് റെയിൽസ്. അതുപോലെ ഈ സ്റ്റെപ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്കായി കാണുന്ന യെല്ലോ അത് ഭയങ്കര ക്ലാസി പ്രീമിയം ഔട്ട്ലുക്ക് കിട്ടുന്നുണ്ട്. താഴെ ഇതുവരെ കണ്ട കാഴ്ചകളും അതിസുന്ദരമാണ് മുകളിലെ കാഴ്ചകൾ. ഡിസൈൻ വൈസ് ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, ഇതൊരു ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ഓരോ എലിമെന്റ്സിലും നമുക്ക് കാണാൻ സാധിക്കും. കയറി വരുമ്പോൾ തന്നെ ഇതൊരു ലോഞ്ച് സ്പേസ് ആണ്. ഇതല്ല ആക്ച്വലി അപ്പർ ലിവിംഗ് സ്പേസ്. അപ്പർ ലിവിംഗ് സ്പേസ് തീർത്തും സ്പെഷ്യൽ ആണ്. ഇത് വൺ ഓഫ് ദ ഹോട്ട് സ്പോട്ട് എന്ന് തന്നെ പറയാം. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ്. ഒരു പ്രീമിയം ഹോട്ടലിലെ ലോഞ്ച് ഏരിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം സ്പേഷ്യസ് ആണ്. ഒരു ഗസ്റ്റ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്യാതറിങ്ങിനോ ഒക്കെ പറ്റുന്ന ഒരു ഇടം. അതുമാത്രമല്ല ഫാമിലി ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്പേസ്. ഈ ലിവിംഗ് റൂമിൻ്റെ ഇപ്പുറത്തെ എൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കണക്ട് ചെയ്ത് ഒരു ബെഡ്റൂം ഉണ്ട്. ഞാൻ കയറിയ ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട്. രണ്ട് ഭാഗത്തു നിന്നും ആക്സസിബിൾ ആണ് ഈ ലിവിംഗ് സ്പേസ്. വീണ്ടും ഈ കാണുന്നൊരു പോർഷൻ നമുക്കൊരു റീഡിംഗ് റൂമായിട്ടോ അല്ലെങ്കിൽ 1-to-1 ടോക്കിനോ ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നാണ് തേർഡ് ബെഡ്റൂം വരുന്നത്. ഈ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂം. ബെഡ് ഇട്ടിട്ടും സ്റ്റഡി ടേബിൾ ഇട്ടിട്ടും ഡ്രസ്സിംഗ് ടേബിൾ ഇട്ടിട്ടും ഇനി സ്പേസ് കിടക്കുക. അത്രത്തോളം സ്പേഷ്യസ് ആണ്. ഇത് കൂടാതെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. വിശാലമായ വാർഡ്രോബ് വരുന്നുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വിത്ത് പ്രീമിയം ഫിറ്റിംഗ്സ്. ഈ ഫ്ലോറിൽ ഒരു അഡീഷണൽ യൂട്ടിലിറ്റി ഏരിയ കൂടി വരുന്നുണ്ട്. നമുക്ക് ക്ലോത്ത് ഡ്രൈയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ദ ഫോർത്ത് ബെഡ്റൂം. ഇതും സ്പേഷ്യസ് ആണ്. അതുപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്, വാർഡ്രോബ് ഉണ്ട്, ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ ആണ് കാണാൻ പോകുന്നത്. ആക്ച്വലി ഈ വീടിനെ സറൗണ്ട് ചെയ്ത് യു ഷേപ്ഡ് ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് ഇന്ദിരാനഗറിൻ്റെ എല്ലാ കാഴ്ചകളും അറിയാൻ പറ്റുന്ന ഒരിടം കൂടിയാണ്. ആക്ച്വലി കൊച്ചിയിലൊക്കെ ഒരു വില്ല പ്രൊജക്റ്റിൽ കാണുന്ന ഒരു ഔട്ട്ലുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടേജിലുള്ള ബാൽക്കണി വ്യൂ ആണ് എടുത്തു പറയേണ്ട ഒന്ന്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ടോപ്പ് ടഫ് ആൻഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കൃത്യമായിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ പ്ലാന്റ്സിനും എക്സ്റ്റീരിയർ പ്ലാന്റ്സിനും ഒരുപോലെ വെച്ച് മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ്. ഈവനിങ് ടൈമിൽ കൃത്യമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാസ്തുവിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് അടക്കം കൃത്യമായി നമുക്ക് ഇവിടെ നിന്ന് അതിനെ ആസ്വദിക്കാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ ബാക്ക് യാർഡിലാണ് നിൽക്കുന്നത്. ഇതാണ് സെർവൻറ്റ് ടോയ്ലറ്റ് വരുന്നത്. ഇത് സ്റ്റോറേജ് റൂമാണ്. അതുപോലെ ഇതിന് 4 ഭാഗവും കോമ്പൗണ്ട് വാൾഡ് ആണ്. അതുപോലെ ഫ്ലോർ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു വാക്കറി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് യാർഡിൽ നമുക്ക് ഫാമിങ്ങിനുള്ള ഓപ്ഷൻസും ഓപ്പൺ ആണ്. ദേവലോകം കാതോലിക്കേറ്റ് അരമനയാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ലാൻഡ്മാർക്ക്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി എല്ലാം പ്ലേ ഏരിയയും പാർക്കും എല്ലാം ഈ ഹൗസിംഗ് സൊസൈറ്റിക്കകത്തുണ്ട്. കോട്ടയത്ത് ദേവലോകത്ത് ഇന്ദിരാനഗറിൽ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന 8.5 സെന്റ് സ്ഥലത്തായുള്ള 3068 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രീമിയം ഡബിൾ സ്റ്റോറി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.